ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FAUGP സെമസ്റ്റർ 1 വരുന്ന ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് മേജർ പേപ്പറിലെ ഒരു കവിതയാണ് എ വുമൺ സ്പീക്സ്. ഓഡ്രെ ലോഡാണ് പോയറ്റായിട്ട് വരുന്നത്. സോ ഓഡ്രെ ലോഡ് എഴുതിയിട്ടുള്ള എ വുമൺ സ്പീക്സ് എന്ന കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കവിതയുടെ അവസാനം ഈ കവിതയിൽ നിന്ന് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് കവിതയുടെ ലൈൻസ്. ഞാനത് വായിക്കുന്നില്ല, അതും കൂടി വായിച്ചിട്ട് പോകുമ്പോഴത്തേക്കും കവിതയുടെ ഡ്യൂറേഷൻ, ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരുപാട് നീണ്ടുപോകും. നമുക്ക് സ്റ്റാൻസ വൈസ് മീനിങ് പറഞ്ഞു പോവാം. In the first stanza, the speaker describes herself through images of the moon, sun and sea, presenting herself as a powerful, ancient and natural force. നമ്മുടെ എഴുത്തുകാരി ആദ്യത്തെ സ്റ്റാൻസയിൽ തന്നെ സ്വന്തമായിട്ട് കുറേ ഇമേജറീസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കുറേ ഇമേജസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ മൂണാണ്, സണ്ണാണ്, സീ ആണ്, അങ്ങനെ കുറേ കോസ്മിക് ആയിട്ടുള്ള സിംബലിസം, കോസ്മിക് ഇമേജസ് ആണ് പറയുന്നത്. കോസ്മിക് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാനറ്റ്സുമായിട്ട് ബന്ധമുള്ളത്. അപ്പം അങ്ങനെ കുറേ പവർഫുൾ ആയിട്ടുള്ളതും അതിപുരാതനമായിട്ടുള്ളതും, പിന്നെ മാത്രമല്ല ഇതൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, മൂൺ ആയിക്കോട്ടെ, സൺ ആയിക്കോട്ടെ, ഇവരെല്ലാം വളരെ പവർഫുള്ളാണ്. അപ്പോൾ ആദ്യം കാലം മുതലേ ഇവിടെയുള്ള കുറേ ഇമേജസിനെ വെച്ചിട്ടാണ് സ്വന്തമായിട്ട് അത് അങ്ങനെയാണ് ഞാൻ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. She says that her magic and identity have never been written down or fully understood, but like the sea that leaves its shapes behind when it pulls back, her presence and impact will always remain. അടുത്ത് പറയുന്നത് ഹർ മാജിക്, ആ സ്ത്രീയുടെ മാജിക് എന്ന് പറയുന്നത്, അവരുടെ മാന്ത്രികത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരിക്കലും എഴുതപ്പെടുകയോ മുഴുവനായിട്ട് മനസ്സിലാക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ആൾക്കാർ എത്രമാത്രം മനസ്സിലാക്കിയാൽ പോലും ആ സ്ത്രീയുടെ മുഴുവൻ കഴിവ് അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ബിറ്റ് പോലും ഇല്ലാണ്ട് കംപ്ലീറ്റ്ലി ആർക്കും മനസ്സിലാവാൻ പറ്റിയിട്ടില്ല. ബട്ട് ലൈക്ക് ദ സീ ദാറ്റ് ലീവ്സ് ഇറ്റ്സ് ഷേപ്സ് ബിഹൈൻഡ് വെൻ ഇറ്റ് പുൾസ് ബാക്ക്. ഇനി നമ്മുടെ കടൽ കയറുക എന്നൊരു പ്രതിഭാസം കേട്ടിട്ടുണ്ടാവും. കടൽ പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവിടം വരെ കടലുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ മൊമെൻറ്റ് വരെ കടൽ അവിടെ ഉണ്ടായിരുന്നു, അതാരും ശ്രദ്ധിക്കുന്നുണ്ടായില്ല. പക്ഷേ ഏത് മൊമെൻറ്റിലാണ് കടൽ ഉൾവലിഞ്ഞത്, ആ മൊമെൻറ്റിലാണ് നമ്മൾ കടൽ ഇവിടം വരെ ഉണ്ടായിരുന്നല്ലോ എന്ന് തിരിച്ചറിയപ്പെടുക. ഹർ പ്രസൻസ് ആൻഡ് ഇമ്പാക്റ്റ് വിൽ ഓൾവേസ് റിമെയിൻ. സോ അതുപോലെയാണ് നമ്മുടെ ഇവിടെ പറയുന്ന എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്പീക്കറിൻ്റെ പ്രസൻസും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. She makes it clear that she does not want favors that are superficial or painless, because her life is shaped by real struggle and truth. അടുത്ത് പറയുന്നത് എന്താണ് നമ്മുടെ എഴുത്തുകാരി മറ്റുള്ളവരിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആരുടെ അടുത്ത് നിന്നും ഒരു ഫേവേഴ്സും വെറുതെ ഒരു സഹായവും ആരും ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ല. ദാറ്റ് ആർ സൂപ്പർഫിഷ്യൽ, വെറുതെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വെറുതെ ആരും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പെയിൻലെസ് ആയിട്ടുള്ള, ഒട്ടും വേദന സഹിക്കേണ്ടാത്ത ഒരു കാര്യവും ആരും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഹർ ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ റിയൽ സ്ട്രഗിൾസ് ആൻഡ് ട്രൂത്ത്. കാരണം ഓൾറെഡി സ്വന്തം ലൈഫ് ഫുൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ്, കുറേ വേദനകളും യാതനകളും സഹിച്ച് സത്യത്തിന് വേണ്ടി നിലകൊണ്ടാണ് ഇപ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിലും ആരും തന്നെ സൂപ്പർഫിഷ്യലായിട്ടുള്ള, ആർട്ടിഫിഷ്യലായിട്ടുള്ള, വേദനയൊന്നുമില്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള ഒരു സഹായങ്ങളും ചെയ്തു തരേണ്ട കാര്യം ഇല്ല. ഷീ റെഫ്യൂസസ് ടു മിക്സ് ഇമോഷൻസ് ലൈക്ക് ലവ് വിത്ത് പിറ്റി ഓർ ഹേറ്റ് വിത്ത് സ്കോൺ, ഷോയിങ് ഹർ ഓണസ്റ്റി ആൻഡ് ഡിഗ്നിറ്റി. കുറേ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ലവ് ഉണ്ട്, പിറ്റി ഉണ്ട്, ഹെയ്റ്റ് ഉണ്ട്, ഇതെല്ലാം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്കൊരാളോട് ഒരു സ്നേഹമുണ്ട് എങ്കിൽ അത് സ്നേഹം മാത്രമായിട്ടിരിക്കുക, അല്ലാണ്ട് പിറ്റി, നമുക്ക് അവരോടൊരു പാവം തോന്നിയിട്ട് വരുന്നൊരു സ്നേഹം, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഒരു ഹെയ്റ്റ് വരുന്ന എന്തെങ്കിലും ഒരു സ്കോൺ, ഒരു ദേഷ്യത്തിൻ്റെ പുറമെ ആരെങ്കിലും കയറി വെറുക്കുക, അങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും കടക്കരുത്. നമുക്കൊരാളടുത്ത് ഒരു ഇമോഷൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. സ്നേഹം തോന്നുന്നെങ്കിൽ സ്നേഹമുണ്ട്, അതുകൊണ്ട് മാത്രം സ്നേഹം വരുന്നു, അല്ലാതെ സഹതാപം കൊണ്ട് സ്നേഹം വരുന്ന കാര്യങ്ങൾ പാടില്ല. ഈ ഒരു പോയിന്റ് കാണിക്കുന്നത് നമ്മുടെ എഴുത്തുകാരിക്ക് എന്തുമാത്രം സത്യസന്ധത ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം അന്തസ്സുള്ളൊരു പ്രവൃത്തിയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ആ ഒരു ലൈൻസ് പ്രകടമാക്കുന്നത്. ഫൈനലി ഷീ ഇൻവൈറ്റ്സ് എനിവൺ ഹു വിഷസ് ടു അണ്ടർസ്റ്റാൻഡ് ഹർ ടു ലുക്ക് ഡീപ്പ് ഇൻ ടു കോസ്മിക് ആൻഡ് മിത്തിക് ട്രൂത്ത്സ്, ദ ഡീപ്പ് എൻട്രൈൽസ് ഓഫ് യുറാനസ് വെയർ ഓഷ്യൻസ് ക്ലാഷ്, meaning that her identity can only be known through a deeper spiritual and ancient understanding, not through surface level judgment. അടുത്ത ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്റ്റാൻസയുടെ അവസാനം നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ
കോസ്മിക് അഥവാ മിസ്റ്റിക് ട്രൂത്ത്സിൻ്റെ ഉള്ളിലേക്ക് നോക്കില്ല. ഇപ്പോൾ കോസ്മിക് എന്ന് പറയുമ്പോൾ പല പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ദൂരെയുള്ള കാര്യങ്ങൾ അതറിയാൻ നമ്മൾ എന്താ ചെയ്യുക, അവിടെ പോയിട്ട് ഉള്ളിലേക്ക് നോക്കും, വളരെ ഡീപ്പായിട്ട് നോക്കുന്നുണ്ട്. അതാണ് പറയുന്നത് യുറാനസിൻ്റെ എൻട്രെയിൽസിലേക്ക് നോക്കുക. എൻട്രെയിൽസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളത്, ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ എൻട്രെയിൽസിൻ്റെ ഒരു വേർഡ് മീനിങ് വരിക ഇൻസൈഡ് ദ ഇൻറ്റസ്റ്റൈൻ എന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ യുറാനസിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോകണം. അവിടെ പോകുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, വേർ ഓഷ്യൻസ് ക്ലാഷ്, സമുദ്രങ്ങൾ ക്ലാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എവിടെ, യുറാനസിനുള്ളിൽ. അതുപോലെയാണ് എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കണം. ഇത് നമ്മുടെ സ്പീക്കർ ഇവിടെ നമ്മുടെ പോയിറ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ത്രൂ എ ഡീപ്പ് സ്പിരിച്വൽ ആൻഡ് ഏൻഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡിങ്. സോ ഉള്ളിലേക്ക് നോക്കണം, അല്ലാണ്ട് സർഫസ് ലെവലിൽ നിങ്ങൾ പുറമേ കാണുന്ന ഒരു കാര്യം വെച്ചിട്ടല്ല എന്നെ ജഡ്ജ് ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം, എൻ്റെ ഉള്ളിലേക്ക് നോക്കണം. അപ്പോൾ കുറേ ആഴമേറിയ സ്പിരിച്വലായിട്ടുള്ള എന്തൊക്കെയോ ദൈവികമായിട്ടുള്ള വളരെ പണ്ട് മുതൽക്കേ നിലനിന്നിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഈ വരികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂണുണ്ട്, സണ്ണുണ്ട്, സീ ഉണ്ട്, യുറാനസിനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ കുറച്ച് ഇമേജറീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കോസ്മിക് ഇമേജറീസ് ആണ് കവിതയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ യുറാനസിൻ്റെ ആ ഒരു ഓഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുറാനസിൻ്റെ ഉള്ളിൽ, അതായത് മാൻറ്റിൽ ഭാഗത്തിനകത്ത് ഒരു ഓഷൻ ഉണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. അതും ഒരു ഐസ് കണക്കിനുള്ള അത്രയ്ക്കും കോൾഡായിട്ടുള്ളൊരു ഓഷനാണ് ഉള്ളതെന്നും കരുതപ്പെടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് നോക്കാം. In the second stanza, the speaker explains that she does not define herself only by where she was born or by any divine titles others may give her. അടുത്ത് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്, നമ്മുടെ സ്പീക്കർ ഒരിക്കലും സ്വന്തമായിട്ട് ഞാൻ ഏത് സ്ഥലത്ത് ജനിച്ചു അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് വളർന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതായത് മറ്റുള്ളവർ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഡിവൈൻസ് ആയിട്ടുള്ള ടൈറ്റിൽസ്, സ്ത്രീ ദൈവമാണ്, ദേവിയാണ്, അങ്ങനെ പറയുന്ന കുറേ ഡിവൈൻ ദൈവികമായിട്ടുള്ള ടൈറ്റിൽസ് സ്ത്രീകളുടെ മേൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ടൈറ്റിൽസിലും നമ്മുടെ എഴുത്തുകാരി വിശ്വസിക്കുന്നില്ല. ഷീ ഹാസ് ആൻ ഐഡൻറ്റിറ്റി ദാറ്റ് ഈസ് ബോത്ത് ആൻഷ്യൻറ്റ് ആൻഡ് സ്റ്റിൽ ഗ്രോയിങ്, ബോത്ത് ടൈംലെസ് ആൻഡ് ഇവോൾവിങ്. പക്ഷേ സ്വന്തമായിട്ട് കരുതുന്നത് എങ്ങനെയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് മുന്നേ ജനിച്ച ഒരുപാട് സ്ത്രീകളുടെ ഐഡൻറ്റിറ്റിയും എന്നിലുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി ഇനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സ്ത്രീകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകളും എന്നിലൂടെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, എപ്പോഴും അത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷീ ഈസ് സെർച്ചിങ് ഫോർ ഹർ സിസ്റ്റേഴ്സ്, ദ സിംബോളിക് വുമൻ ഹു ഷെയർ ഹർ ഹിസ്റ്ററി, ഹർ സ്ട്രെങ്ത് ആൻഡ് ഹർ സ്ട്രഗിൾസ്. അപ്പോൾ എൻ്റെ സഹോദരിമാർ, എൻ്റെ സിസ്റ്റേഴ്സ് എന്നൊരു ഫ്രേസ് അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് കവിതയുടെ ഉള്ളിൽ. അതൊരു സിംബലിസമാണ്. മറ്റുള്ള എല്ലാ സ്ത്രീകളെയും സ്വന്തം സഹോദരിമാരായിട്ട് കണക്കാക്കി അവരുടെ ചരിത്രം എൻ്റെ ചരിത്രമാണ്, അവരുടെ ശക്തി, അവരുടെ യാതനകൾ അതെല്ലാം എൻ്റേതുകൂടെയാണെന്ന് നമ്മുടെ എഴുത്തുകാരി ഇവിടെ പറയുന്നുണ്ട്. ഷീ റെഫേഴ്സ് ടു ദ വിച്ചസ് ഇൻ ഡഹോമി, പവർഫുൾ വിമൻ ഫ്രം ദി ആഫ്രിക്കൻ ഹിസ്റ്ററി, saying they carry her spirit within their traditional clothes just as their mother once did, even in times of mourning. നമ്മുടെ എഴുത്തുകാരി ഓഡ്രെ ലോർഡ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡഹോമി എന്ന് പറയും ബ്ലാക്ക് ഫെമിനിസമാണ് കൂടുതലും ഈ കവിതയിൽ വരുന്നത്. നമ്മൾ തീംസ് പറയുന്ന സമയത്ത് കുറച്ചുകൂടി അതിനെ പറ്റിയിട്ട് സംസാരിക്കും. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ, പ്രത്യേകിച്ചും കറുത്ത വർഗ്ഗക്കാരായിരുന്ന സ്ത്രീകൾ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടെയാണ് നമ്മുടെ ഓഡ്രെ ലോർഡ്. അപ്പോൾ വിച്ചസ് ഇൻ ഡഹോമി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ സ്ഥലമുണ്ട്. അവിടെ സ്ത്രീകൾ, അവിടുത്തെ ബ്ലാക്ക് ആഫ്രിക്കൻ സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മിലിറ്ററി യൂണിറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ തന്നെ പോരാടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന് പക്ഷേ ആൾക്കാർ അവരെല്ലാം ദുർമന്ത്രവാദിനികളായിരുന്നു, വിച്ചസ് ആണെന്ന് കരുതിയിട്ട് പിൽക്കാലത്ത് അവരെല്ലാം പിടിച്ച് ചുട്ടരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത്രയ്ക്കും കഷ്ടത അനുഭവിച്ച് മരിക്കേണ്ടി വന്ന സ്ത്രീകളായിരുന്നു ഡഹോമിയിലെ സ്ത്രീകൾ. അവരെ വിച്ചസ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ എഴുത്തുകാരി അവരെ സിസ്റ്റേഴ്സായിട്ട് കണക്കാക്കുകയാണ്. അവരുടെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ആ ഒരു ഇതും അവരുടെ സ്പിരിറ്റും അതെല്ലാം എന്നിലും ഉണ്ട്. എൻ്റെ അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അമ്മമാരെങ്ങനെയാണ് അവരുടെ ട്രഡീഷണൽ ക്ലോത്ത്സ്, പ്രത്യേകിച്ചും ആഫ്രിക്കയ്ക്ക് അവരുടെ വളരെ റിച്ച് ആയിട്ടുള്ള ആഭരണങ്ങളാവട്ടെ, വേഷവിധാനങ്ങളാവട്ടെ, അവർക്കൊരു ഒരു കസ്റ്റമുണ്ട്. അതിനെ പറ്റിയിട്ടും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഈവൻ ഇൻ ടൈംസ് ഓഫ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിനെ പറ്റിയിട്ട് വിഷമത്തോടെ ഓർക്കുന്ന സമയം, ഒരു മരണം കഴിഞ്ഞ് വരുന്ന ഒരാഴ്ച, ആ ഒരു സമയമെല്ലാമാണ് നമ്മൾ ദുഃഖാചരണം നടത്തുന്ന സമയം. ആ സമയത്ത് പോലും കുട്ടികളെ
ട്രഡീഷണൽ ക്ലോത്ത്സ് തന്നെയാണ് ധരിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ്, ഈ ഒരു ഡഹോമിയിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീകളുടെ സ്പിരിറ്റ്സും എന്നിലൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. This connects her deeply to her African ancestry, to the pain passed through generations and to the shared strength of black women across time. അപ്പോൾ ഇന്ന് നമ്മുടെ എഴുത്തുകാരിക്ക് ഒരു എഴുത്തുകാരിയായിട്ടും ഒരു ആക്ടിവിസ്റ്റുമായിട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു റൂട്ട്, ഒരു വേര് എന്ന് പറയുന്നത് തിരിഞ്ഞു പൊക്കഴിഞ്ഞാൽ വർഷങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപ് ഇങ്ങനെ മരണമടഞ്ഞ് പല സ്ത്രീകളും നേടിക്കൊടുത്ത ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഓർത്തിട്ട് ആ ഒരു ബ്ലാക്ക് സ്ട്രെങ്ത്, ഒരു ബ്ലാക്ക് വിമൻ സ്ട്രെങ്ത് ഓർമ്മിച്ചെടുക്കുകയാണ്. ആ ഒരു ഡീപ്പ് കണക്ഷൻ, ആഫ്രിക്കയായിട്ടുള്ള ആ ഒരു പൈതൃകം ഓർത്തെടുക്കുകയാണ്. ഹെർ ഐഡൻറ്റിറ്റി ഈസ് ഷേപ്ഡ് നോട്ട് ഓൺലി ബൈ ഹെർ സെൽഫ് ബട്ട് ബൈ ദി ലിവിങ് മെമ്മറി ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ഹർ ആൻസെസ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിതം എൻ്റേത് മാത്രമല്ല, അത് ഷേപ്പ് ചെയ്ത് തന്നത് പല എൻ്റെ മുൻപ് ജനിച്ചിരുന്ന നമ്മുടെ പൂർവികരുടെ സ്പിരിറ്റുകളെല്ലാം ചേർന്നിട്ടാണ്. അവരാണ് ഞാൻ ഇനിയുള്ള ഞാനാക്കി മാറ്റിയതെന്ന് പറയുകയാണ്. ഇനി സ്റ്റാൻസ 3 അതാണ് ഫൈനൽ സ്റ്റാൻസ. ഇൻ ദ ഫൈനൽ സ്റ്റാൻസ ദ സ്പീക്കർ ഡിക്ലെയർസ് ദാറ്റ് ഷീ ഹാസ് ബീൻ വുമൺ ഫോർ എ വെരി ലോങ് ടൈം, സജസ്റ്റിംഗ് എ ഡീപ്പ് കളക്റ്റീവ് ടൈംലെസ് ഫെമിനിൻ എക്സ്പീരിയൻസ്. ഒരു വരി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാലത്തും സ്ത്രീ തന്നെയായിരുന്നു. വളരെ ഒരു ഡീപ്പർ മീനിങ് അതിനകത്തുണ്ട്. ഒരു കളക്റ്റീവ് ഫെമിനിൻ എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എങ്ങനെയായിരുന്നോ, അല്ലെങ്കിൽ അവരെന്തൊക്കെ അവകാശത്തിന് വേണ്ടിയായിരുന്നോ നിലകൊണ്ടിരുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഞാനിപ്പോൾ എന്നെ നിങ്ങളൊരു സ്ത്രീയായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മറ്റൊരു കറുത്ത വർഗ്ഗത്തിലുള്ള ആഫ്രിക്കൻ സ്ത്രീക്കും ഇതേ പരിഗണന നിങ്ങൾ കൊടുക്കണമായിരുന്നു. She wants others to beware of her smile because behind it lives old powerful magic from the past and a new fiery anger born from the present. ഇനി കവിത തുടങ്ങുന്ന സമയം മുതൽ മാജിക് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കക്കാർക്ക് മാജിക് അറിയാം, അല്ലെങ്കിൽ അവരുടെ പൂർവികരെല്ലാം മാജിക് ചെയ്യുന്നവരായിരുന്നു. പിന്നീടാണ് മാജിക്കിനെ ദുർമന്ത്രവാദം എന്നൊരു ലേബൽ കൊടുത്ത് മാറ്റാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് സ്ത്രീകൾ മാജിക് പരിചയം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ആരാധന ഉണ്ടായിരുന്നവരെല്ലാം ദുർമന്ത്രവാദിനികളും വിച്ചുകളും ഒക്കെ ആക്കി മാറ്റി അവരെ ബേൺ ചെയ്തതൊക്കെ അതുകൊണ്ടാണ്. സോ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണ്ട, കാരണം ഞാൻ ആഫ്രിക്കക്കാരിയാണ്. നിങ്ങൾ കരുതുന്ന അതേ മാജിക് എന്നിലൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ആ മാജിക് മാത്രമല്ല, ഒരു ഫിയറി ആങ്കർ കൂടെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചിരുന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് ചുട്ടരിച്ചിട്ടുണ്ട്. ആ ഒരു ദേഷ്യവും എൻ്റെ ഉള്ളിലുണ്ട്. ആ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും എന്നിലൂടെ ആ ദേഷ്യം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാസ്റ്റിൻ്റെ പവർഫുൾ മാജിക്കും എന്നിലുണ്ട്, പ്രസൻറ്റിൻ്റെ ദേഷ്യവും എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ഷീ ക്യാരീസ് ഏൻഷ്യൻ സ്ട്രെങ്ത് ആൻഡ് മോഡേൺ റേജ് ടുഗദർ. പൂർവികരുടെ ശക്തിയും എന്നാൽ മോഡേൺ സമൂഹത്തിൻ്റെ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള പ്രസൻറ്റ് സമൂഹത്തിൻ്റെ ദേഷ്യവും എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. She reflects on promises of endless future that society often talks about, hinting that these promises have not included her. ഇനി അടുത്ത് വളരെ എൻലെസ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിന് വരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രോമിസിൽ പോലും ഞാൻ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ സ്ത്രീ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മുടെ എഴുത്തുകാരിക്ക് തോന്നിയിട്ടില്ല. The stanza ends with a strong and clear statement of identity. She is a woman but not a white woman. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായിരിക്കും സംസാരിക്കുക. സ്ത്രീകളുടെ ഒരു പ്രശ്നം പറയുമ്പോഴും ഒരു വെളുത്തൊരു സ്ത്രീ, അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ പറയുമ്പോഴത്തേക്കും വെളുത്ത ആൾക്കാർക്ക് കുറച്ച് കൂടുതലൊരു പരിഗണന കൊടുക്കാറുണ്ട്. റേസിസ്റ്റ് സ്വഭാവം അല്ലെങ്കിൽ കളറിസം കാണിക്കുന്നത് കൊണ്ട് തന്നെ, ബോഡി ഷെയ്മിങ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രിവിലേജ് വെളുത്ത ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതിനകത്ത് പോലും ഒരു ബ്ലാക്ക് സ്ത്രീ, ഒരു ആഫ്രിക്കൻ സ്ത്രീയെ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? ഞാനൊരു സ്ത്രീയാണ്, പക്ഷെ ഞാൻ ആരല്ല, ഞാനൊരു വെളുത്ത സ്ത്രീ അല്ല എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത്. സോ വെളുത്ത സ്ത്രീകളല്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു അറ്റ്മോസ്ഫിയർ, എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. With this, she asserts the difference of her experience shaped by race, history and marginalization and claims her power, her truth and her rightful place. അപ്പോൾ ഈ ഒരു അസേർട്ടീവായിട്ട് കൃത്യമായിട്ട് പറയുകയാണ്, ആ ഒരു പവർഫുള്ളായിട്ട് ഡിമാൻഡ് ചെയ്ത് പറയുകയാണ്, എൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കുറേ വെളുത്ത സ്ത്രീകളുടെ അനുഭവം മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഞാനോ എൻ്റെ വരുന്ന തലമുറയോ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന തലമുറക്കാർക്കോ ഒന്നും ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല.
എനിക്ക് എൻ്റേതായിട്ടുള്ള പവറുണ്ട്, എനിക്ക് എൻ്റേതായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്. ഇത് വളരെ ഒരു ഫെമിനിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളതാണ്. തുല്യമായിട്ടുള്ള ഒരു അധികാരം എല്ലാവർക്കും കിട്ടണം. പ്രത്യേകിച്ചും സ്ത്രീകൾ അടിച്ചമർത്തുന്നുണ്ട്. പുരുഷന്മാരെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും സ്ത്രീകൾ എപ്പോഴും താഴേക്കിടയിൽ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വെളുത്ത സ്ത്രീകൾക്ക് പിന്നെയും കുറച്ച് പ്രിവിലേജസ് കിട്ടുന്നുണ്ട്. കറുത്ത സ്ത്രീകളെ അങ്ങനെ പോലും കരുതുന്നില്ല. ആ ഒരു ബ്ലാക്ക് ഫെമിനിസമാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തീം. പിന്നെ വരുന്നതാണ് ഇൻ്റർസെക്ഷനാലിറ്റി. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി വലിയൊരു ടേമാണ്. ഒരാൾ ഒന്നിൽ കൂടുതൽ തവണ അടിച്ചമർത്തപ്പെടുകയാണ്, സപ്രസ് ചെയ്യപ്പെടുകയാണ്. അതിനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു സ്ത്രീയെ എടുക്കുമ്പോഴത്തേക്കും സ്ത്രീ എന്ന നിലയിൽ കുറേ സ്ത്രീ എന്നുള്ള നിലയിൽ കുറേ ജെൻഡർ ഇഷ്യൂസ് സഹിക്കുന്നുണ്ടാവും, അടിച്ചമർത്തുന്നുണ്ട്. അതിൽ തന്നെ ഒരു കറുത്ത സ്ത്രീ ആണെങ്കിൽ, ഒരു ബ്ലാക്ക് സ്ത്രീ ആയിട്ട് വരുമ്പോഴത്തേക്കും, ഒരു ആഫ്രിക്കനായിട്ട് വരുമ്പോഴത്തേക്കും നിനക്ക് നിറമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അടിച്ചമർത്തൽ കൂടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ആഫ്രിക്കൻ ആകുമ്പോൾ റേസിസം നേരിടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം ദുർമന്ത്രവാദികളാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതിനെയാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ലോദ ഈസ് സ്പീക്കിംഗ് ആസ് എ ബ്ലാക്ക് വുമൺ, നോട്ട് ജസ്റ്റ് എ വുമൻ ബട്ട് എക്സ്പ്ലിസിറ്റ്ലി നോട്ട് വൈറ്റ്. ദിസ് ഹൈലൈറ്റ്സ് ഹൗ റേസ് ആൻഡ് ജെൻഡർ ഇൻ്റർസെക്റ്റ്. പറഞ്ഞ കാര്യമാണ്, ആഫ്രിക്കൻ ആണ്, കറുത്ത സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറയുകയാണ്. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു വെളുത്ത സ്ത്രീ അല്ല, അതുകൊണ്ട് എൻ്റെ അവകാശങ്ങളും നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. Then empowerment and self-definition. The poem is a strong declaration of self-worth, independence and power. She doesn't ask for favors, she claims her own space. അപ്പോൾ ഈ കവിതയിൽ ഒരിക്കലും ബെഗ് ചെയ്യുന്നില്ല, അയ്യോ എന്നൊന്നും ആരെങ്കിലും സഹായിക്കണേന്നല്ല, ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ്, അതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു അധികാരത്തിൻ്റെ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു എൻ്റെ വില എനിക്കറിയാം, അത് നിങ്ങളാരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ ഇൻഡിപെൻഡൻസ് അറിയാം, എനിക്ക് എൻ്റെ കരുത്തറിയാം എന്ന് പറഞ്ഞിട്ട് ഫേവേഴ്സ് ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളാരും എനിക്കൊരു സഹായം ചെയ്തു തരേണ്ട കാര്യമില്ല, പക്ഷേ എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരിക്കണം, അല്ലാതെ നിങ്ങളുടെ ഔദാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് കറക്റ്റായിട്ട് പറയുന്നത്. ദെൻ ലെഗസി ആൻഡ് ആൻസെസ്ട്രി. By evoking witches in Dahomey and her mother, she links herself to a lineage of strong black women. അപ്പോൾ സ്വന്തം അമ്മയാവട്ടെ, സ്വന്തം കറുത്ത വർഗത്തിലുള്ള അമ്മയാവട്ടെ, അല്ലെങ്കിൽ വിച്ചസ് ഇൻ ഡഹോമി, നൂറ്റാണ്ടുകൾക്ക് മുന്നേ മരണമടഞ്ഞ എല്ലാവരെ പറ്റിയിട്ടും ആ ഒരു ട്രഡീഷണലുള്ള സ്ത്രീകളെ എല്ലാം ഓർത്ത് സംസാരിക്കുന്നുണ്ട്. Then resistance and warning. Her old magic and new fury is not passive. She is dangerous in a sense, powerful and not to be underestimated. അപ്പോൾ ഒരു ഓൾഡ് മാജിക്കും പണ്ടത്തെ മാജിക്കും ആവട്ടെ, ഇപ്പോൾ ഉള്ളൊരു ഫ്യൂറി, ഒരു റേസ്, ദേഷ്യം, ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു ഡേഞ്ചറസ് കോമ്പിനേഷൻ ആയിട്ടാണ് സ്വന്തമായിട്ട് തന്നെ പറയുന്നത്. Then alienation and exclusion. The repeated reminder that she is not white suggests she has not been fully included in the promises of wider social or feministic futures. അപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒരു സ്കോപ്പിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഫെമിനിസം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ നിലയിൽ പോലും കറുത്ത സ്ത്രീകൾ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങൾ ആരും അഭിമുഖീകരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും തീംസാണ് നമുക്ക് പറയാനുള്ളത്. ദെൻ ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണ് യൂസ് ചെയ്ത് നോക്കാം. നമുക്കൊരു 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റിന് സ്ഥിരം കാണാറുള്ളൊരു സംഭവമാണ് എന്തൊക്കെ ലിറ്റററി ഡിവൈസസ് ആണ് ഈ ഒരു കവിതയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത്. ഒന്ന് മെറ്റഫർ ഓർ സിംബലിസം, എന്തൊക്കെയായിട്ട് ഉപമിച്ചിട്ടുണ്ട്. മൂൺ മാർക്ഡ് ആൻഡ് ടച്ച്ഡ് ബൈ സൺ. സോ ഇങ്ങനെ പവർഫുൾ ഫോഴ്സസിനെ പറ്റിയിട്ട്, മൂണാവട്ടെ സണ്ണാവട്ടെ, ഇങ്ങനത്തെ കോസ്മിക് ഫോഴ്സസിനെ പറ്റിയിട്ട് കവിതയിലുടനീളം പറയുന്നുണ്ട്. ദെൻ ഓൾഡ് മാജിക്കിനെ പറ്റി പറയുന്നുണ്ട്. വിസ്ഡം, പവർ ഫ്രം ദി പാസ്റ്റ്. ദെൻ ന്യൂ ഫ്യൂരി, പ്രസൻറ്റ് ആക്റ്റീവ് റെസിസ്റ്റൻസ്. ന്യൂ ഫ്യൂരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ദേഷ്യമൊക്കെയാണ്. ദെൻ വിച്ചസ് ഇൻ ഡഹോമി, ഹിസ്റ്ററിക്കൽ ഓർ കൾച്ചറൽ സിംബൽ ഓഫ് പവർഫുൾ ആഫ്രിക്കൻ വിമൻ, ഓഫൻ മിസ്അണ്ടർസ്റ്റുഡ് ഓർ ഡീമണൈസ്ഡ്. ഡീമൺസ് ആയിട്ട് അല്ലെങ്കിൽ ദുഷ്ടകൾ, പിശാചുകളായിട്ട് കാണുന്ന ആ ഒരു സ്ത്രീകളെ, അവരെ സിസ്റ്റേഴ്സായിട്ടാണ് നമ്മുടെ എഴുത്തുകാരി കാണുന്നത്. സോ ഇങ്ങനത്തെ ഈ 3-4 കാര്യങ്ങൾ ഈ ഒരു ഇമേജറിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. ദെൻ പേഴ്സോണിഫിക്കേഷൻ ഓർ കോസ്മിക് imagery, the sea turning back, the moon entrails of Uranus. These cosmic images give a mythic timeless feel. സോ ഈ ഒരു 2-3 കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭൂമിയിൽ നിന്നും ദൂരെ എവിടെയോ മാറിപ്പോയിട്ട് എന്തൊക്കെയോ കാണുന്ന പോലത്തെ ഒരു ഫീല് കവിതയുടെ ഉള്ളിൽ തരുന്നുണ്ട്. Entrails of Uranus is particularly vivid. Uranus is a sky god in mythology, so looking into his entrails is like probing the cosmic or divine depths. Where the restless ocean is found is a very powerful imagery. സോ ഇനി യുറാനസിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറയുന്നത്, യുറാനസിനെ സ്കൈ ഗോഡായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറയുന്നത് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജറിയാണ്.
ഇനി ഈ കവിതയുടെ ടോൺ വരുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അസേർട്ടീവ് ഉള്ള കാര്യങ്ങൾ പറയാനാണ് വന്നത് എന്നുള്ള നിലയിൽ സംസാരിക്കാൻ, അല്ലാണ്ട് യാചിക്കാനല്ല. ദെൻ ഒരു മിക്സ് ഓഫ് ഒരു സെറനിറ്റി, ഒരു കോസ്മിക് ഇമേജറീസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ യഥാർത്ഥ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് കവിതയുടെ ഒരു ടൂൺ പോകുന്നത്. ദെൻ സ്ട്രക്ചർ 3 സ്റ്റാൻസാസ് ആണ് പറയുന്നത്. ദി ഫസ്റ്റ് ഈസ് മോർ അബൌട്ട് ഹെർ ഐഡൻറ്റിറ്റി ആൻഡ് പവർ. ദി സെക്കൻഡ് കണക്ട്സ് ഹെർ ടു ദി ഹെറിറ്റേജ്. ദി തേർഡ് ഈസ് എ മോർ ഡയറക്റ്റ് പ്രൊക്ലമേഷൻ ആൻഡ് വാർണിംഗ്. സോ ആദ്യം സ്വന്തം ഐഡൻറ്റിറ്റിയെ പറ്റി സംസാരിക്കുന്നു, രണ്ടാമത് ആൻസിസ്റ്റേഴ്സിനെ, പൂർവികരെ പറ്റിയിട്ട് പറയുന്നു, മൂന്നാമത് ഞാനിവിടെ ആരോടും യാചിക്കാനല്ല വരുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വാൺ ചെയ്യുകയാണ്. എൻ്റെ സ്മൈൽ കണ്ട് ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. സോ നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചാൽ മതി. ഞാൻ മെയിൻ കാര്യം പറയാം. വോയിസ് ഓഫ് മാർജിനലൈസ്ഡ് വിമൻ. പണ്ട് കാലത്ത് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതിരുന്ന ഒരു പറ്റം സ്ത്രീകളെ പറ്റിയിട്ട് കൂടെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ റീക്ലെയിമിങ് പവർ. സ്വന്തം കയ്യിൽ നിന്നും സ്നാച്ച് ചെയ്ത് എടുത്തിട്ട് പോയ പവറിനെ പറ്റിയിട്ട്, ആ ഒരു അധികാരം, ഞാനായിരിക്കുന്ന അധികാരം എടുത്തിട്ട് പോയവർക്കെതിരായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ട് കൂടി ഒരു കവിത മാറുന്നുണ്ട്. ദെൻ കോൾ ടു റിക്കഗ്നൈസ് ഡിഫറൻസസ്. ഈ ഐ ആം നോട്ട് വൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ ഒരു കാര്യമാണ് ജനറലൈസ് ചെയ്തെടുക്കുക. ഒരാൾക്ക് എന്താണ് അനുഭവം എന്ന് ചോദിച്ച് മനസ്സിലാക്കാണ്ട് എല്ലാവരുടെ അനുഭവത്തിനെയും ഒന്നായിട്ട് കണക്കാക്കുന്നൊരവസ്ഥ. അതിനെതിരായിട്ടുള്ളൊരു കാര്യം ഇവിടെ സംസാരിക്കുന്നുണ്ട്. ദെൻ ടൈംലെസ് സ്ട്രെങ്ത്. ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടൈംലെസ് ആണ്, ഇത് യൂണിവേഴ്സലാണ്. ഓരോരുത്തരിലേക്കും ആ ഒരു സ്ട്രെങ്ത് എത്തപ്പെടും. ഇപ്പം നമ്മുടെ സ്പീക്കർ പറഞ്ഞു വയ്ക്കുന്നത് തന്നെ ഇനി എൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന എൻ്റെ പിൻതലമുറക്കാരും എന്നിലൂടെ ഞാൻ ഈ പകർന്നു നൽകുന്ന സ്ട്രെങ്ത് അവരിലേക്ക് എത്തും എന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിപ്പോവാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയില്ല. ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കിത് കേട്ടിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ആൻസറിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്താൽ മതി. Who is the poet of A Woman Speaks? What does the poet mean by My magic is unwritten? Which 2 celestial bodies are mentioned in the first stanza? Who are the sisters mentioned in the poem? What does witches in Dahomey refer to? Which mythological figure is mentioned in the poem? What does the poem celebrate? Womanhood, childhood, or solitude? What emotion does the poet warn about with the line, Beware my smile? What is the main theme of the poem? ഈ തീമൊക്കെ നമുക്ക് 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 2 മാർക്കിന് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് വെൻ ദി സീ ടേൺസ് ബാക്ക് ഇറ്റ് വിൽ ലീവ് മൈ ഷേപ്പ് ബിഹൈൻഡ്. വൈ ഡസ് ദ സ്പീക്കർ സേ ഐ സീക്ക് നോ ഫേവർ അൺടച്ച്ഡ് ബൈ ബ്ലഡ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഫ്രേസ് മൈ സിസ്റ്റേഴ്സ് ഇൻ ദി poem? How does Audre Lorde use imageries to portray strength in the first stanza? What does ageless and half-grown suggest about the speaker's identity? What does the speaker mention which is in Dahomey? What does the final declaration, I am woman and not white, imply? What is the tone of the poem? How does the poet connect the present self with her ancestors? Give 2 examples of powerful imagery in the poem. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. Discuss how Audre Lorde represents Black womanhood in A Woman Speaks. Explain the role of ancestry and heritage in defining the speaker's identity. How does Lorde use cosmic imagery to express strength? A Woman Speaks is a poem about self-definition and resistance. Discuss. Describe the significance of the witches in Dahomey and our mother mourning. How does the poet separate her identity from traditional expectations of womanhood? Explain how the poem shows a contrast between inner strength and societal expectations. How does the speaker portray her emotional integrity in the first stanza? ഇനി വലിയ എസ്സേസ്. Analyze A Woman Speaks as a powerful affirmation of black female identity. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റേസ്, ജെൻഡർ, ഹിസ്റ്ററി, ഇമേജറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതാൻ പറ്റും. Examine the use of celestial and natural imagery in the poem and show how it contributes to the poem's message. Discuss the theme of ancestry in A Woman Speaks. How does Audre Lorde connect the speaker to historical and mythical women? Explain how the poem challenges the traditional definitions of womanhood and questions mainstream white-centered feminist promises. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഓപ്ഷൻസ് ആയിട്ട് ഞാൻ തന്നിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി. കവിത മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. താങ്ക് യു.